ബിഗ് ബോസ് അഗ്നിപരീക്ഷ സീസൺ 1 എപ്പിസോഡ് 6. സോ ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്, അതായത് എന്തുകൊണ്ടാണ് കൺസ്റ്റന്റ് ആയിട്ട് അഗ്നിപരീക്ഷയെ പറ്റി വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. സംഭവം എന്താ വെച്ചാൽ വലിയ ഗുമ്മ തോന്നിച്ചില്ല. ആകെ കുറച്ച് അല്ല, ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ പൂജ ഔട്ടായപ്പോ, ഇന്നലെയാന്ന് തോന്നുന്നുണ്ട്, മെനഞ്ഞാന്ന് പൂജ ഔട്ടായപ്പോ നമ്മള് വാവ് അതെന്നാ പറ്റിയേ അങ്ങനെ ഒരു സംഭവം. പക്ഷെ അല്ല, എനിക്ക് എന്നാ പറ്റിയെന്ന് തോന്നിയിട്ടൊന്നുമില്ല. ബിക്കോസ് ആള് ലിറ്ററലി നമ്മൾ കുറച്ച് റൂൾസ് റെസ്പെക്ട് ചെയ്യേണ്ട. ആ ലിറ്ററലി ഓവർ അഗ്രഷൻ കാണിച്ച് ആളെ റെസ്പെക്ട് ചെയ്യാൻ അഫ്കോഴ്സ് നമ്മൾ ഔട്ട് ആവും. അത് ആള് പറയുമ്പോൾ അഗ്രഷൻ കാണിക്കാം, പക്ഷെ അത് ഓവർ അഗ്രഷൻ ആവരുത്. അല്ല, ഞാൻ വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് അവിടെ ആണെങ്കിൽ കുറച്ച് ജഡ്ജസ് ഉണ്ട്, ഓക്കെ ഫൈൻ. കുറച്ച് സമയമുള്ളൂ. ഈ ജഡ്ജസിന് നമ്മൾ എന്താണെന്ന് മനസ്സിലാവണം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങി അന്ന മുതലേ പുള്ളിക്കാരി നോട്ടീസ് ലൈക്ക് അറ്റൻഷൻ പിടിച്ചു പറ്റുന്നുണ്ട്. ബട്ട് ഇൻ എ ബാഡ് വേ. ഗുഡ് വേ ആൻഡ് എ ബാഡ് വേ. ഓഫ് കോഴ്സ് ഗുഡ് വേ ഉണ്ട്, ബാഡ് വേയിൽ ആൾക്കാർ തെറി വിളിച്ചും ഇതാക്കിയിട്ട് അറ്റൻഷൻ പിടിച്ചു പറ്റും എല്ലാവർക്കും. ഗുഡ് വേയിലും ബാഡ് വേയിലും. പക്ഷെ എന്റെ ഒരു തോട്ട് എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരി എന്താണെന്നുള്ളത് ജഡ്ജസ് അറിഞ്ഞു. അതേപോലെ തന്നെ ഓഡിയൻസ് ഏകദേശം അറിഞ്ഞു. ഏകദേശം അനോയിങ് ആണ്, കുറച്ച് അഗ്രസീവ് ആണ്, കുറച്ച് ടോക്ക് ആക്റ്റീവ് ആണ്, ഇതൊക്കെയാണെന്ന് അറിഞ്ഞു. ഞാൻ വിചാരിച്ചത് പുള്ളിക്കാരി പോകത്തേ ഇല്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി എന്തായാലും പോകുന്നു. ബിക്കോസ് അറിയണം, ബട്ട് ഇൻ എ ഗുഡ് വേ, നോട്ട് ഇൻ എ ബാഡ് വേ. പക്ഷെ ഞാൻ അത് എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് ജഡ്ജസ് ഇത്രയും ചീത്ത പലവട്ടം വാണിംഗ് കൊടുത്തു അവൾക്ക്, എന്നിട്ട് വരെ അവൾ എന്തെങ്കിലും. പിന്നെ ഞങ്ങൾ ഇത്രയും ദിവസം വീഡിയോ ഇടാനത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഗുമ്മായിട്ട് അഗ്നിപരീക്ഷ തോന്നിയില്ല. ഒരു ഗുമ്മ തോന്നിയാത്തതുകൊണ്ടാ നമുക്ക് പെട്ടെന്ന് ഉറക്കം വന്നോണ്ടല്ലേ. അല്ലല്ല, ഉറക്കം അത് വേറെ കാര്യം, ഉറക്കം വന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ലാലേട്ടനെ കണ്ടാൽ മതി. നമുക്ക് ലാലേട്ടനെ കണ്ട് ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. സോ അതൊക്കെ കൊണ്ടാണ് ഇടാനത്. പിന്നെ ഇന്ന് ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, അങ്ങനെ ഇന്നത്തെ സീസൺ 1 എപ്പിസോഡ് 6 എന്താണ് എപ്പിസോഡ് കണ്ടു. ഫസ്റ്റ് തന്നെ റിനീഷ വരുന്നു, കുറെ മുഖംമൂടിയൊക്കെ, ഒരു മുഖംമൂടി വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരി വരുന്നത്. അതും പുള്ളിക്കാരുടെ തന്നെ മുഖംമൂടി. അത് കഴിഞ്ഞിട്ട് ഇവരെ ജഡ്ജസ് ഒക്കെ വരുന്നു. എന്നിട്ട് റിയാസിന്റെ ടീമിൽ കുറച്ച് പേര്, രഞ്ജിനയുടെ ടീമിൽ കുറച്ച് പേര്, അഖിലിന്റെ ടീമിൽ കുറച്ച് പേര്, അതേപോലെ റെനീഷയുടെ ടീമിൽ കുറച്ച് പേര്, അങ്ങനെ മൊത്തത്തിൽ 4 ടീമും. ഈ 4 ടീമിലേക്ക് ആദ്യമേ മത്സരമാണോ അതോ മറ്റേ കഥ പോലെ കഥ പറച്ചിൽ? സത്യം പറഞ്ഞ കഥ പറച്ചില മത്സരം അത് ഒരു തരത്തിൽ മത്സരം ആയിരിക്കാന്നല്ല, മത്സരമാണ്. അല്ല, മത്സരം ഇമ്പാക്ട് കൊടുക്കുന്നത് അല്ല. പക്ഷെ കഥ കേൾക്കണമെന്ന് വിചാരിച്ചപ്പോ നമ്മുടെ ബിഗ് ബോസിലെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള സംഭവമാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കേട്ടോ. അതായത് ബിഗ് ബോസ് തന്നെ, നീ ബിഗ് ബോസ് കണ്ടിട്ടില്ലല്ലോ. അപ്പം ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഈ കഥ പറച്ചിലുണ്ടോ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ചിലപ്പോൾ കേട്ടിരിക്കുന്നുള്ളൂ, ചിലപ്പോൾ ഭയങ്കര ലാഗ് ആടി. ഇങ്ങനെ ഫുൾ എപ്പിസോഡ് ഇങ്ങനെ ആയിരിക്കും അവരുടെ കഥ. ഇങ്ങനെ അവരുടെ ആ ഒരു ബിഗ് ബോസിന്റെ സംഭവം, അതായത് ആ ഒരു ഫുൾ എപ്പിസോഡ് ഫുൾ കഥയായിരിക്കും. ഞാൻ ജെനുവിൻലി വിചാരിച്ചത് ഓഹോ ഈ എപ്പിസോഡ് ഭയങ്കര ഡള്ളായിരിക്കും എന്ന് വിചാരിച്ച്. അങ്ങനെ ലോലിറ്റ, എനിക്ക് തോന്നുന്നത് എന്താ പറയാ, ലോലിറ്റ ബിഗ് ബോസിനുള്ളിൽ കയറുമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ലോലിറ്റ ഫസ്റ്റ് വരുന്നു. പുള്ളിക്കാരിക്ക് ഒരു കഥയുടെ ഒരു സംഭവം, ഒരു ടോപ്പിക് കൊടുക്കുന്നു, മുത്തശ്ശി. പുള്ളിക്കാരി അത് വളരെ മനോഹരമായിട്ട്, ഞാൻ വിചാരിച്ചു ഭയങ്കര ബോറിംഗ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബുള്ളിങ്ങിനെ പറ്റി പറയാനായിട്ട് ശ്യാം വന്നു. ഭയങ്കര ടച്ചിങ് ആണ് പുള്ളിക്കാരനാണെങ്കിൽ. ലൈക്ക് സാധാരണ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് ഇതുവരെ എനിക്കൊന്നും പഠിക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ആകെ റിയാസ് വന്നിട്ട് LGBTQ കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പ് ആയിട്ട് നമുക്ക് ലൈക്ക് ആൾക്കാർക്ക് എന്തൊക്കെയാണോ ഒരു സംഭവം പിടികിട്ടി. ഈവൻ നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ എന്തോ സംഭവം എന്ന് പറഞ്ഞു കൊടുത്തത് ഈ റിയാസാണ് ഏകദേശം. പക്ഷെ ഈ ഒരു ശ്യാം വന്നിട്ട് ഈ ബുള്ളിങ്ങിനെ പറ്റിയും ഈ ഫെമിനിൻ ടച്ചുള്ള ആ പിള്ളേരെ പറ്റിയൊക്കെ പറയുമ്പോൾ ഭയങ്കര ടച്ചിങ് ആയി. അത് നൈസായിരുന്നു. അത് എന്തോ ഒരു നല്ലൊരു ഡയലോഗ് ഉണ്ടായാലും ഒരു ഗേള് ഭയങ്കര മസ്കുലാനിറ്റി കാണിച്ചാൽ എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ ഒരു ബോയ് ഒരു ഇച്ചിരി ഫെമിനിറ്റി കാണിച്ചാൽ എല്ലാവരും അതിനെ ഭയങ്കര കളിയാക്കുന്നത് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെ, ശരി. അത് അല്ല, പിന്നെ ഈ സമൂഹത്തിന് ഒരു ഗുഡ് മെസ്സേജ് ആ ഒരു ഒറ്റ ഒരു ഇതില് ആ ഒരു ഇമ്പാക്ട് കൊടുത്ത്, ഭയങ്കര ഒരു ഇമ്പാക്ട് കൊടുത്ത് ആ ഒരു ശ്യാമിന്റെ ഇതിലൂടെ. അതെനിക്ക് ഭയങ്കര ശ്യാമിന്റെ ആ ഒരു കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നാലെ വന്നത്
ശ്യാമ കഴിഞ്ഞിട്ട് പിന്നെ ആരാ വന്നത്? പിന്നെയാണോ മോഡലിനെ പോലത്തെ? പിന്നെ മോഡൽ ഷിബിന വന്നു. ഷിബിനെ നല്ലൊരു ഇതായിട്ടാണ് പറഞ്ഞത്. പക്ഷെ എവിടെയൊക്കെയോ പുള്ളിക്കാരി നേരത്തെ പഠിച്ചു പറഞ്ഞ് ഇങ്ങനെ ആക്ച്വലി എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ശ്യാമിന്റെ സാധനം എന്ന് പറയാ പുള്ളിക്കാരൻ അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഇരിക്കുന്നത്. പക്ഷെ ഷിബിനയുടെ എന്തോ പ്രിപ്പയർ ചെയ്ത് വന്ന് പറഞ്ഞത് എനിക്ക് തോന്നി. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നത് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ, പുള്ളിയുടെ പേര് ലിറ്ററലി മറന്നു ഞാൻ. പക്ഷെ പുള്ളിയും വന്നത് ലിറ്ററലി പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാണ് എനിക്ക് തോന്നി. എനിക്ക് പുള്ളി ഒരു കഥാപ്രസംഗം നടത്തണ പോലെ തോന്നി എനിക്ക് അവിടെ. കഥാപ്രസംഗം പുള്ളിയുടെ ലൈഫാണത്. അതെ, ബട്ട് അതൊരു ഭയങ്കര ഡിബേറ്റ് അല്ല, എന്താ പറയുക, ഒരു സ്പീച്ച് പോലെ പറയണ പോലെ തോന്നി എനിക്ക്. ഭയങ്കര ഇത് കേട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ലൈക്ക് ഒരു ഇമോഷൻ ഭയങ്കര സ്ഫുടതയോടെ പറയണ പോലെ തോന്നി. ലൈക്ക് നമ്മുടെ ഇമോഷൻ കാണുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സ്ഫുടത വരത്തില്ല. എനിക്ക് സ്ഫുടത വരുന്നുണ്ട് ഇല്ലില്ല, അതെനിക്ക് സംസാരിക്കാൻ അറിയാത്തോണ്ട്. എന്തിനെ പിടിച്ചിരിക്കുന്നേ? അപ്പൊ എനിക്ക് അതും വലിയ ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ കഴിഞ്ഞ് വന്ന അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എനിക്ക് തോന്നിയില്ല. ആംബുലൻസ് പിന്നെ ചിലപ്പോൾ ചിലരുടെ ഭാഷ കൈകാര്യം ചെയ്യുന്ന വിധമായിരിക്കും, ചിലരുടെ സംസാര രീതി അങ്ങനെ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് വന്നതാണ് രാകേഷ്. എന്റെ പൊന്നെ, എന്റെ ഫേവറേറ്റ് ആണ് പുള്ളി. എന്റെ ഈ പുള്ളി ഭയങ്കര ഇഷ്ടം. പുള്ളിക്ക് ഒരു കൂൾ മൈൻഡ് സെറ്റ്. ഓവർ കൂളാവാൻ ശ്രമിക്കുന്ന പക്ഷെ എവിടെയൊക്കെ ഫേക്ക് ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നു. ഒരു പോസിറ്റീവ് ഓറ ഉണ്ട് ആൾക്ക്, നല്ല കഴിവുണ്ട്. ബട്ട് ആളെ കുറച്ച് ഫേക്കും ചെയ്യുന്നുണ്ട്. ഫേക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ പുള്ളിക്ക് ഒരു പോസിറ്റീവ് ഉണ്ട്. പുള്ളി ഒരു റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ആ റൂമിലെ ആൾക്കാരെ ഒരു പോസിറ്റീവ് ഇതായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. കാരണം പുള്ളിക്കാരൻ അത്രയും പോസിറ്റീവ് എനർജി പുള്ളിക്കുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം കുടുംബത്തെ പറ്റി പറയാനായിട്ട് നേരത്തെ ആംബുലൻസ് ഡ്രൈവറിനെ പറ്റി പറയാൻ വരുന്നത് സമയത്തെ പറ്റിയാണ്. അത് ഇനി കുടുംബത്തെ പറ്റി പറയാനായിട്ട് രാകേഷ് എന്ന് പറയുന്ന പുള്ളി ഒന്ന് വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. എന്നിട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലോലിറ്റയുടെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്യാം ഒറ്റ ഇതിലൊക്കെ ശ്യാമിന്റെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, അതല്ല നമ്മുടെ നാട്ടില് ഈ പേരൻസ് കുട്ടികളെ ട്രീറ്റ് ചെയ്ത് വരുന്ന വിധവും അതേപോലെ നമ്മുടെ സമൂഹം ഓരോ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന വിധവും നോർമലി ചിൽഡ്രന് തന്നെ ഭയങ്കര വൃത്തിയായിട്ട് സത്യം ട്രീറ്റ് ചെയ്യുന്ന ഇന്ത്യൻ പാരന്റ്സ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു യൂണിക്നെസ് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് അവർ എന്തൊക്കെ രീതിയിൽ ട്രീറ്റ് ചെയ്ത് അല്ല ആ ഒരു സ്റ്റെറിയോടൈപ്സ് ബ്രേക്ക് ചെയ്യണം. ആ സ്റ്റെറിയോടൈപ്സ് ലിറ്ററലി ഫാമിലിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിനെ കുറ്റം വേണ്ട കാര്യം അത് നമ്മുടെ ഫാമിലി നന്നാക്കണം. അങ്ങനെ എന്തായാലും എനിക്ക് ശ്യാമിന്റെ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരാളുടെ രാകേഷിന് അത്ര ലൈക്ക് ഗുഡ് ഒരു ഫീലിംഗ് ഗുഡ് അത്രേ ഉള്ളൂ. പക്ഷെ ശ്യാമിനെ കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ പെണ്ണിന്റെ ഷിബിനയുടെ വന്നില്ലായിരുന്നോ? അയ്യോ ജെട്ടി മറന്നുപോയി. ഷെട്ടി അല്ല ജെട്ടി. അങ്ങനെ പുള്ളിക്കാരി ജെട്ടിയപ്പോ എപ്പോഴാ വന്നത്? ആംബുലൻസ് ഡ്രൈവർ പുള്ളിക്കാരന് അത് കഴിഞ്ഞിട്ടാണോ മുമ്പാണോ വന്നത്? കഴിഞ്ഞിട്ടല്ല, എപ്പോഴായാലും വന്നു. ജെട്ടി ഓർത്ത് നന്നായി കേട്ടോ. നേഴ്സിനെ പറ്റി പുള്ളിക്കാരി അത് ടച്ച് ചെയ്ത് തന്നെ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ എനിക്കും കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അവര് നേഴ്സാണ്. എനിക്ക് ലിറ്ററലി അറിയാം നേഴ്സുമാരുടെ ജീവിതം. അവരെന്ന് പറയുമ്പം ലിറ്ററലി ഈ ജോബിനായിട്ട് ഡെഡിക്കേറ്റഡ് ആണ് ലൈഫ്. ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. കാരണം ഞാൻ മുമ്പ് താമസിച്ച ഹോസ്റ്റലിലത്തെ വാർഡിന്റെ മോള് നേഴ്സാ. ഞാൻ കാണാറുണ്ട് നമ്മളിങ്ങനെ രാത്രി ജോബൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ സിനിമ ഒക്കെ കാണുമ്പോൾ ആളപ്പോഴേക്കും ജോലി കഴിഞ്ഞ് വരിക. എന്നാലും ചിലപ്പോ ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ആളിത് ജോലിയും കഴിഞ്ഞ് വരുന്നുണ്ടാവും. കാരണം നൈറ്റ് ഡ്യൂട്ടി അത് വല്ലാത്ത ലൈഫാണ്. പക്ഷെ അവര് സമ്മതിക്കണം, ഭയങ്കര പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ നരകയാതന. ഗവൺമെന്റ് പിന്നെ ഒരു ആശ്വാസം ഉണ്ടാവും. പ്രൈവറ്റിൽ കിടന്ന് ഇങ്ങനെ നരകയാതന. എന്റെ ഫ്രണ്ടിന്റെ ഈ നേഴ്സിനെ പറ്റിയുള്ള സംഭവമൊക്കെ ആണെങ്കിലേ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്. പക്ഷെ സമ്മതിക്കണം, അത് ഒരു പ്രത്യേക ഒരു മനക്കെട്ടി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ എന്തായാലും ജെട്ടിയുടെ കഥയും ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ജെട്ടിന്ന് ഔട്ടായി പോയി, അതാണ് ഏറ്റവും സങ്കടം. അങ്ങനെ ചിരിക്കരുത്, ഒരാൾ ഔട്ടായി പോയെന്ന് പറയുമ്പോ ഇങ്ങനെ ചിരിക്കരുത്. പറയുന്ന വിധമാണ് നല്ല കഥ, പക്ഷെ ഔട്ടായി പോയി.
അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ഗെയിമിലേക്കാണ് വരുന്നത്. ഗെയിമിലേക്ക് വരുന്ന സമയത്ത് അതായത് ബോട്ടിൽ എടുത്ത് വെക്കുന്നു, കുറച്ച് പേര് പ്രൊട്ടക്ട് ചെയ്യണം, അതേപോലെ എതിർ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യണം. ബോട്ടിലാണെങ്കിൽ ഭയങ്കര തിൻ ബോട്ടിലാണ്, തിൻ ബോട്ടിലാണ്. പക്ഷെ എല്ലാവരും എന്താ ചെയ്യുന്നറിയോ, 3 പേരാണ് പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നത് ഈ ബോട്ടിൽസിനെ. ഈ 3 പേരും കൂടെ അവിടെ ഇങ്ങനെ വന്നിരിക്കുക. ആദ്യത്തെ ടീമിനെ എനിക്ക് അതിശയം തോന്നുന്നത്, അവര് വന്ന് എടുത്ത് പിടിച്ച് വെക്കും തിരിഞ്ഞിരുന്നിട്ട്. അതിന് പകരം ഒരാള് ലിറ്ററലി നോക്കി നിൽക്കുക, അവന്റെ ഡ്രസ് എല്ലാം കൂടെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. പാവാട് അങ്ങനെ അതുപോലെ കുർത്തി കിട്ടുമെന്ന് ആ കുർത്തി ഇങ്ങനെ വിരിച്ച് നിന്ന് നന്നായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ ഒരാൾ കിടക്കുക, അങ്ങനെ. പിന്നെ അഫ്നിയാസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടീമിലാണ്. അഫ്നിയാസ് പക്ഷെ നല്ല രീതി യൂസ് ചെയ്ത് അവളുടെ പറത്ത പോലത്തെ ഡ്രസ്സ്, ആ ഷോള് തൊട്ട് ലിറ്ററലി അവള് കിടന്നിങ്ങനെ. പക്ഷെ എനിക്കത് ഭയങ്കര അൺഫെയർ ഒക്കെ തോന്നുന്നു. കാരണം ഒരു ഗെയിം കളിക്കുമ്പോൾ ഡ്രസ്സൊക്കെ യൂസ് ചെയ്ത് ഇല്ല, ഡ്രസ്സ് നമുക്ക് ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാനൊരു കഴിവ് വേണ്ട. ഇപ്പൊ നിനക്ക് ഡ്രസ്സ് ഉണ്ട്, പക്ഷെ നിനക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തോ കഴിവ് വേണം, ഇങ്ങനെ പിടിച്ച് വരുന്ന തടയണ്ടേടാ. വിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നത് വലിയ കഴിവ്. ഒന്നും കൂടെ എന്താ പറയാ, അതിലെന്തോടി കഴിവ്? അവിടെ ആർക്കും കാലിന് കുഴപ്പമില്ലാത്ത കുഴപ്പമുള്ള ആൾക്കാരൊന്നും അതിനും കഴിവ് പറഞ്ഞ ആൾക്കാരുണ്ടാവും. എന്തുണ്ടായിരുന്നു ഇപ്പൊ മറ്റേ ടീമിൽ എന്താ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒന്നും പോളി. എനിക്ക് പക്ഷെ അത് അൺഫെയർ ആയിട്ട് തോന്നി. കാരണം എന്തോ പ്രശ്നമുണ്ട്, അവരാരും മിണ്ടിയതുമില്ല. കാരണം ആ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ പുള്ളിക്കാരി ആണെങ്കിൽ ആര് പറഞ്ഞ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ സംഭവം അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാനായിരുന്നെങ്കിൽ ആ ടീമിലെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ പറയുന്നു, അതെ നല്ല വലിയ ഡ്രസ്സ് ഇട്ടിട്ടുള്ളവര് വന്നു നിന്നു, എന്നിട്ട് 2 പേരിങ്ങനെ അത് കഴിഞ്ഞ പരിപാടി. കിടന്നിട്ട് ഓക്കെ. പക്ഷെ അങ്ങനെയാണ് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് ചോദിക്കട്ടെ, അപ്പുറത്തെ ആണുങ്ങളും ഇപ്പുറത്താണെങ്കിൽ മുണ്ടൂരി പിടിക്കണോ, അല്ലെങ്കിൽ മുണ്ടൂരി പിടിക്കുക, അല്ലെങ്കിൽ ഷർട്ട് ഊരി പിടിക്കുക. ആണുങ്ങൾക്ക് ഷർട്ട് ഊരിട്ടതാ പിടിച്ചു കഴിഞ്ഞു. എന്താണ് ഷർട്ട് ഊരാൻ പറ്റില്ലേ നിനക്ക്? നിന്നെപ്പോഴാണ് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വടിയും വെച്ചിട്ടേ ഷർട്ട് വേണ്ടി കെട്ടി തൂക്കം ഒന്നും. അപ്പൊ അങ്ങനെ അപ്പം നൈസ് ഗെയിമായിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഗെയിമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അഫ്നിയാസിന് പെൻഡന്റ് കിട്ടിയില്ല, ഇൻഫിനിറ്റി പെൻഡന്റ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ഇല്ല, കാരണം അവളെ നല്ല പ്രൊട്ടക്ഷൻ, ജോലി അവള് നന്നായിട്ട് ചെയ്ത്. അപ്പം പുള്ളിക്കാരി എലിമിനേഷൻ 2 വട്ടം, അതും തലനാടി അവക്ക് പുള്ളിക്കാരിക്ക് കിട്ടി ഇൻഫിനിറ്റി പെൻഡന്റ്. കൊള്ളാം. അതാണ് നമ്മൾ എത്ര ഡൗണിലേക്ക് വന്നാലും നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. നമുക്കൊരു അത് ശരിയാ. ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടി, അങ്ങനെ പുള്ളിക്കാരി സേഫായി. അത് കഴിഞ്ഞിട്ടാണ് എലിമിനേഷൻ വരുന്നത്. എലിമിനേഷൻ വന്നപ്പോഴത്തേക്കും ലൈക്ക് ഡേ ബൈ ഡേ ഇവര് എലിമിനേഷനിലേക്ക് എലിമിനേഷൻ ചെയ്യണവരുടെ എണ്ണം കൂട്ടി വരാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ആണോ? കഴിഞ്ഞ വട്ടം ഇത്രയും ആൾക്കാർ എലിമിനേറ്റ് ആകാത്ത പോലെ. അല്ല, എന്നാലും ഈ മാസം കൂടെ കഴിയണ്ടേ? ഇനി മാസം എത്ര ദിവസം? എത്ര ദിവസം ഉണ്ട് ഇനി? പെട്ടെന്ന്. പക്ഷെ കാര്യമുണ്ട്, ഇനി അങ്ങോട്ട് വരുന്തോറും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് പോകുന്നത്. സ്ട്രോങ് ആയാലും കുഴപ്പമില്ല, ഹൈലി സ്ട്രോങ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ജഡ്ജസ് എന്ന് പറഞ്ഞിരിക്കുന്നവര് ജസ്റ്റ് ഒരു പ്രതിനിധി മാത്രമാണ്, കൺവെയർ മാത്രമാണെന്ന് തോന്നുന്നുണ്ട്. വോയിസിന്റെ വോയിസ് മാത്രമേ ഉള്ളൂ ഇവര് 3 പേരും. ലിറ്ററലി ഡിസിഷൻ അവരുടെ ബാക്കിൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു വേറെ ബിഗ് ബോസ് ഒരു ടീമുണ്ട്. കാരണം ഇടയ്ക്ക് ഈ രഞ്ജിനിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെവിയിൽ പ്രസ് ചെയ്തിട്ട് അടുത്ത സോന. എനിക്ക് തോന്നുന്നത് അവിടെ മത്സരിക്കുന്നവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല, ബിക്കോസ് അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഓഫ്കോഴ്സ് ലൈക്ക് ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് റൂം ഉണ്ടായിരിക്കും, അവിടെ ചെന്നിട്ട് പറയാം ഇതേപോലെ. ഓക്കെ, പക്ഷെ ഇവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇവര് ഒപ്പീനിയൻ പറയും. ഈ മെയിൻ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, ഇവര് ഒപ്പീനിയൻ കൊടുക്കും, എന്നിട്ട് അതിന്റെ ബേസിസിൽ ഈ ഡിസിഷന്റെ ആൾക്കാർ അപ്പം എനിക്ക് തോന്നുന്നില്ല ഈ 3 റിയാസിന്റെയും അഖിൽമാരാറിന്റെയും രഞ്ജന ഇവരുടെ 3 പേരും ജഡ്ജാണ്. ലൈക്ക് അതാണ് അന്തിമം. എനിക്കത് തോന്നുന്നില്ല, അത് വേറെ ആൾക്കാർ തീരുമാനമായിരിക്കും ഇവര്. ബിക്കോസ് ഇരിക്കുന്ന 3 ആളും അത്രയ്ക്ക് പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ. അത്രയും പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ അവരുടെ ഒരു കുറച്ചൊക്കെ കാണുന്നുള്ളൂ. അവരെന്തോ കാണുന്നേ ഏറ്റവും കൂടുതൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വലിയ കയറ്റണം, എന്നാലും TRP കയറത്തുള്ളൂ. അപ്പം അത് വേറെ പിന്നിലിരിക്കുന്ന ആൾക്കാരൊക്കെ അനലൈസ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പം അങ്ങനെ എലിമിനേഷൻ റൗണ്ട് എത്തി, ഒരുപാട് ആൾക്കാർ ഔട്ടായി. സത്യം പറയാലോ, ഇപ്പൊ ഞങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ഇരുന്ന് കണ്ടതേ ഉള്ളൂ, ആരൊക്കെ ഔട്ട് ചെയ്യുന്ന ഒരു ബോധം, ഉറക്കവും വരുന്നു. ഷെഡി അല്ലടി ജെട്ടി.
ജെട്ടി ഒന്നും അല്ല അപ്പോ എന്ന് ജെട്ടി ജെട്ടിയോ JITTY. ഇത് രണ്ടും തമ്മിൽ ഇപ്പൊ എന്താ ഡിഫറൻസ്? ഷെഡി എന്ന് പറയുമ്പം രണ്ടിനും മീനിങ് ഒന്നല്ലേ? ഒന്നും ഉണ്ടായിരിക്കും അത്. അപ്പം പുള്ളി ജെട്ടി ഔട്ടെ അതെനിക്ക് തോന്നിയത്. കാരണം പുള്ളിക്കാരി ആണെങ്കിൽ ഗെയിമിലൊന്നും കാണാനില്ലായിരുന്നു. പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് കുറച്ച് എന്തൊക്കെയോ പറയുമ്പോ ആളെന്തൊക്കെയോ ഭയങ്കര സ്ഫുടതയിൽ പറയുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ ഡീപ്പായിട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മീനിങ് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും. അല്ല വേറെ സംഗതി എന്ന് വെച്ചാൽ ഈ അഗ്നിപരീക്ഷ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് കിട്ടുമെന്ന് വിചാരിച്ചോ, നമുക്ക് ഈവൻ ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് അഭിനയിക്കണം. അതെ, അതായത് ഇപ്പം അതില് മറ്റേ ഡിഫെൻഡ് ചെയ്യാൻ, ആ ബോളിന്റെ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ ഇങ്ങനെ കിടന്നാൽ മതി. ആക്ച്വലി അങ്ങനെ കിടക്കുവാണെങ്കിൽ എല്ലാവരും വിചാരിക്കും ഇറ്റ്സ് വെരി ഈസി, ലൈക്ക് അവർക്ക് എന്താ ചെയ്യാനുള്ളൂ, ഇങ്ങനെ കിടക്കുക. പക്ഷെ അതിലൊരു എഫേർട്ട് ഉണ്ട്, അവരുടേതായ ഒരു ചെറിയ എഫേർട്ട് ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് വെക്കണം, ബോഡി ഇങ്ങനെ ആക്കണം, ലൈക്ക് മനസ്സിലായില്ലേ. പക്ഷെ അതിൽ തന്നെ നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ സ്ഥാനങ്ങൾ, അതായത് ജഡ്ജസ് നോക്കുന്ന സമയത്ത്, ജഡ്ജസോ മറ്റ് ഓഡിയൻസോ നോക്കുന്ന സമയത്ത് വിസിബിളി കാണണം നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മൾ ഓടുന്നത്. ആ ഒരു ഇത് കാണുന്ന സമയത്ത് അങ്ങനെ സംഭവം എന്നാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ. അല്ലാതെ എന്തുവാ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചൂസ് ചെയ്യാം. ഞാൻ ഈ റോൾ എടുത്തോളാം, ഗെയിമിന്റെ ഇതിൽ ഞാൻ ഈ റോൾ എടുത്തോളാം. അത് തന്നെയാണ് കഴിക്കുന്ന മറ്റേ ഫുഡ് കഴിക്കുന്നതിൽ അതില് ഫുഡ് കഴിക്കുന്ന റോളെ എടുക്കാവൂ. കാരണം ബാക്കിയുള്ള എല്ലാ റോളും ഒരു ഈസിയാണ്, ആൾക്കാർക്ക് അല്ലല്ല അത് നല്ല പാടാണ്. പക്ഷെ അത് എടുത്താൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടാൻ നല്ല ചാൻസ് കൂടുതലാണ്, മനസ്സിലായില്ലേ? അതല്ലാണ്ട് മറ്റ് ഗെയിം ഒക്കെ എടുക്കണമെങ്കിൽ എല്ലാവരും ചുമ്മാ ഇങ്ങനെ കാണുകൊണ്ടിരിക്കുക. ഫുഡ് കഴിച്ച് ഇങ്ങനെ വായൊക്കെ കുത്തി നിറച്ചിട്ടേ 2 വട്ടം ഛർദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത്രയും എഫേർട്ട് വന്നല്ലോ എന്നൊരു ചിന്ത വരും. അപ്പൊ ഈ ഒരു ഗെയിം ജയിക്കണമെങ്കിൽ അഭിനയിക്കുക കുറച്ച്. അത് അഭിനയിക്കാന്ന് വെച്ചാൽ അതിവിടെ ഫുഡ് നല്ല ഹെവി നമുക്ക് കടിക്കുമ്പോ തന്നെ വയറിറങ്ങും. അപ്പം ഇതിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അഭിനയമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ജയിച്ച് കയറാം. സോ അങ്ങനെ കുറെ പേര് ഔട്ടായി, ഡേ ബൈ ഡേ നല്ല രീതിയിലൊക്കെ ഔട്ടായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങളും അഗ്നിപരീക്ഷ നല്ല രീതിയിൽ കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു. നിനക്ക് ഇതില് ബിഗ് ബോസിൽ കേറുമെന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റൻസ്? എനിക്ക് കേറുന്ന തോന്നുന്നവര് ഇപ്പൊ ലോലിറ്റ കേറുമായിരിക്കും, രാകേഷ് കേറുമായിരിക്കും. അയ്യോ ഞാനും അതാ പറയാൻ വേണ്ടി വന്നത്. രാകേഷ് നീ പറഞ്ഞു, രാകേഷ് കേറുമായിരിക്കും. പിന്നെ എനിക്ക് കേറുന്ന തോന്നേണ്ടത് എനിക്ക് ആരും തോന്നുന്നില്ല. ഞാൻ പറയാം, എനിക്ക് കേറുമെന്ന് തോന്നുന്നത് ലോലിറ്റ. ശ്യാമ് കേറുമോ എനിക്കറിയത്തില്ല. പിന്നെ ബോയ്സിൽ അങ്ങനെ എനിക്ക് അങ്ങനെ കാച്ചിങ് ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ലോലിറ്റ കയറുമായിരിക്കും. പിന്നെ മോഡൽ പോലത്തെ പെണ്ണ് കയറും എനിക്ക് തോന്നുന്നത്. ലോലിറ്റ കയറുമായിരിക്കും, രാകേഷ് കയറുമായിരിക്കും. അത് കഴിഞ്ഞ് ശ്യാം കയറും. കാരണം പുള്ളിക്കാരൻ നല്ലൊരു ഗുഡ് മെസ്സേജ് അതിൽ കൺവേ ചെയ്യണം. അതേപോലെ തന്നെ ബിഗ് ബോസിന്റെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഒരു പുള്ളിക്കാരൻ്റെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഫെമിനിൻ ടച്ചുള്ള കുറച്ച് ബോയ്സ്, അവരെ ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്ത് കുറച്ചുകൂടെ അവർക്ക് പ്രതിനിധിയായിട്ട് സംസാരിക്കാനൊക്കെ, മനസ്സിലായില്ലേ ഒരു സംഭവം. അതുകൊണ്ട് ശ്യാം കയറാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വേറെ ആരാ? വേറെ ചിലപ്പോ അഫ്നിയാസ് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ സോ കയറാൻ നല്ല സാധ്യതയുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.